Dear students, what does a gross reproduction rate of 0.8 indicate? Options: the population is growing rapidly, the population is declining rapidly, the population is replacing itself, the population is experiencing zero growth. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളുടെ കണ്ടിന്യൂഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ബർത്ത് റേറ്റിനെ പറ്റി പറഞ്ഞു, ഡെത്ത് റേറ്റിനെ പറ്റി പറഞ്ഞു, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റിനെ പറ്റി പറഞ്ഞു, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് ആൻഡ് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്നുള്ളതാണ്. ഈ റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്ന സംഭവം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. എത്രമാത്രം കുട്ടികൾ ഒരു സ്ത്രീയിലൂടെ ജനിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രോസ് ആൻഡ് നെറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ സർവീസിലേക്ക് കയറുന്ന സമയത്ത് ഇനി മനസ്സിലാക്കും ഗ്രോസ് സാലറി ഉണ്ടാവും, നെറ്റ് സാലറി ഉണ്ടാവും. എന്താവാ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഇതും മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ ഗുണം ചെയ്യും. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും നമ്മൾ മറക്കത്തില്ല. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേ സ്കെയിലിനകത്ത് കാണിച്ചിരിക്കുന്ന ടോട്ടൽ എമൗണ്ടാണ്. ഈ ടോട്ടൽ എമൗണ്ട് ഒരിക്കലും കയ്യിൽ കിട്ടില്ല. ഈ ടോട്ടൽ എമൗണ്ട് ഈ ഗ്രോസ് സാലറിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് PF പോകും, അതിൽ നിന്ന് ന്യൂ പെൻഷൻ സ്കീമിലേക്ക് പോകും, അതിൽ നിന്ന് ഇൻഷുറൻസിലേക്ക് പോകും, അതേപോലെ തന്നെ മെഡിസെപ്പിലേക്ക് പോകുന്നു. അങ്ങനെ പല രീതിയിലേക്ക് പിടുത്തങ്ങളുണ്ടാവും. ഈ പിടുത്തങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കിട്ടുന്ന മൊത്തം എമൗണ്ട് ചിലപ്പോൾ ഒരു 45,000 രൂപയാണ് എങ്കിൽ അതാണ് ഗ്രോസ് സാലറി. അതിൽ നിന്ന് പിടുത്തങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വന്തം കയ്യിലേക്ക് എത്ര രൂപ അല്ലെ സ്വന്തം അക്കൗണ്ടിലേക്ക് എത്ര രൂപ വരുന്നു, അതാണ് നെറ്റ് സാലറി. അത് തന്നെയാണ് ഇവിടെയും മെൻഷൻ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഈ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽസിന് എത്ര കുട്ടികൾ ജനിക്കുന്നു എന്നതിൻ്റെ കണക്ക്, അവരുടെ ആവറേജ് കുട്ടികൾ ജനിക്കുന്നതിൻ്റെ കണക്ക് നമ്മൾ 2.1 എന്ന് ഒക്കെ എടുത്തു. 2.1 കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോപ്പുലേഷൻ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെങ്കിൽ ഒരു തരത്തിലും പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവില്ല, അതൊരു സീറോ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ അതേപോലെ തന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ കുട്ടികൾ ജനിക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് 2 കുട്ടികൾ ജനിക്കുന്നു, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിക്കാണ് അതിനകത്ത് റീപ്രൊഡക്ഷൻ റേറ്റിൽ വളരെയധികം റോളുള്ളത്. അപ്പോൾ എത്ര പെൺകുട്ടികൾ ജനിക്കുന്നു എന്നുള്ള കണക്ക് നോക്കാം എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ ഈ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഫീമെയിൽസിന് എത്ര പെൺകുട്ടികൾ ജനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്, എത്ര പെൺകുട്ടികൾ ജനിക്കുന്നു. പക്ഷേ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ എത്ര പേര് അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കുട്ടികൾ ജനിക്കുന്ന ലെവലിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ നെറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള മോർട്ടാലിറ്റി കൂടി കൗണ്ട് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. മരണപ്പെടുന്ന ആൾക്കാരെ ഒഴിവാക്കും. അപ്പം ജനിക്കുന്ന എല്ലാ കുട്ടികളും ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലേക്ക് എത്തണമെന്ന് നിർബന്ധമില്ല. കുറച്ച് കുട്ടികൾ മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്, സ്വാഭാവികമാണ്, നാച്ചുറലായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അല്ലേ. അവരെ ഒഴിവാക്കിയിട്ട് കിട്ടുന്ന വാല്യൂവിനെയാണ് നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഗ്രോസ് റീപ്രൊഡക്റ്റീവ് റേറ്റും നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. മോർട്ടാലിറ്റി കൂടി കൗണ്ട് ചെയ്ത് വരുന്നതാണ് നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ്. ഇപ്പോൾ 1100 കുട്ടികൾ ജനിച്ചിട്ടുണ്ട് എന്ന് കരുതുക. ഇത്രയും പേര് 1000 സ്ത്രീകളെ എടുക്കുന്ന സമയത്ത് അവർക്ക് 1100 പെൺകുട്ടികൾ ജനിച്ചിട്ടുണ്ട് എന്ന് കരുതുക. അവരിൽ എത്ര കുട്ടികൾ ഈ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് ഏജിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള കാര്യമാണ്. പിന്നെയും 15-20 കൊല്ലം കഴിയണം അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ 1000 കുട്ടികൾ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന് കരുതുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂ അതേ 1000 ഇൻറ്റു ഡിവൈഡഡ് ബൈ നമ്മൾ എടുത്ത 1000 സ്ത്രീകൾ, അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് ഇതേ രീതിയിൽ 1 മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ നോ ഗ്രോത്ത് ആണ്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്ത രീതിയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇതൊരു 1.1 എന്നുള്ള ലെവലിലേക്കാണ് മാറുന്നതെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം അടുത്ത വർഷം പോപ്പുലേഷൻ 10% ഉയരും എന്നുള്ളതാണ്. അല്ല 0.9 എന്നുള്ള രീതിയിലേക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡിക്ലൈനിങ് ആണ്. 10% പോപ്പുലേഷൻ അടുത്ത ഡ്യൂറേഷനിൽ കുറയും എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തതയോടുകൂടി മനസ്സിലാക്കണം. വളരെ സിമ്പിളാണ് ഈ സബ്ജക്റ്റ് എന്ന് കരുതി മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും JPHN JHA പോലുള്ള പരീക്ഷകൾ എഴുതുമ്പോൾ അതിൻ്റെ ഒരു തീവ്രത പിടികിട്ടും. ഓക്കെ, ആ രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കുന്നത്. ദെൻ ഇവിടുത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ
0.8 എന്നുള്ളതാണ് ഫാക്ടർ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് 1ൽ താഴെയുള്ള ഒരു വാല്യൂ ആണ്. 1ൽ താഴെയുള്ള വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോപ്പുലേഷൻ ഡിക്ലൈനിങ് എന്നുള്ളതാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് താഴോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ദ പോപ്പുലേഷൻ ഈസ് ഡിക്ലൈനിങ് റാപ്പിഡ്ലി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു പരിധിവരെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ 15 തൊട്ട് 44 വയസ്സ് എന്നുള്ളത് ഇപ്പോൾ പ്രധാനമായിട്ടും നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റിലും ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിലും ഒക്കെ ഏകദേശം 15 തൊട്ട് 49 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് അറിയാം പലതരത്തിലുള്ള അസിസ്റ്റീവ് ഡിവൈസസ് വന്നിരിക്കുകയാണ് അല്ലേ. ഫെർട്ടിലിറ്റിക്കൊക്കെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്തതിന് ശേഷം ആൾക്കാർ 46-ാമത്തെയും 47-ാമത്തെയും 48-ാമത്തെയും വയസ്സിൽ കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ട്. സോ ഈ കൗണ്ട് കുറച്ചുകൂടി ഒന്ന് ഉയർത്തി വെച്ചിരിക്കുകയാണ്. സോ ആ ഒരു നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് സംടൈംസ് 15-നും 49-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ആ ഏരിയയിൽ നോക്കാറുണ്ട്. അത്തരത്തിലുള്ള 1000 സ്ത്രീകളെ എടുത്ത് പരിശോധിക്കാറുണ്ട്. അതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കും. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതിലേക്കൊന്നും പോകാൻ സമയമില്ല. വളരെ കുറച്ച് സമയം, കൂടുതൽ കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്.